ഞങ്ങളുടെ കഴിഞ്ഞ 2-3 ചെറിയ വീഡിയോകളിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാവരും തന്ന വലിയ സപ്പോർട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ചെറിയ ഗാർഡനിലെ അഡീനിയം പ്ലാന്റുകളാണ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഈ വർഷം ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ നല്ല ഇനം അഡീനിയങ്ങളൊന്നുമല്ല. വിത്ത് പാകി മുളപ്പിച്ച് ഇപ്പോൾ ഒരു 7 മാസത്തിനുള്ളിൽ ഇത് മുളച്ച് പൂവിട്ടും. ഇത്രയ്ക്കായി ഈ പ്ലാന്റുകൾ. 7 മാസത്തെ വളർച്ച ഈ പ്ലാന്റുകൾക്കുണ്ട്. അപ്പോൾ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ധാരാളം പൂക്കളുണ്ടാകും, പെട്ടെന്ന് പൂക്കും എന്നുള്ളൊരറിവ് കിട്ടിയപ്പോൾ ഞാൻ എല്ലാം ടെറസിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. അതുകൊണ്ടാണ് ഇത് ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു വിത്തിൽ നിന്നുണ്ടായതാണ് 15 പ്ലാന്റ്. ഈ ചെടി പൂവ് കുറവായിരിക്കും, പക്ഷേ മഴ പെയ്തിട്ട് മഴ ഫുള്ള് കൊണ്ടിട്ടും ഇത് എല്ലാ ചെടികളും പൂത്ത്. ഈ 7 മാസത്തിനുള്ളിൽ എല്ലാ ചെടികളും പൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്ലാന്റും ഞാൻ നിർത്തിയതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും പറഞ്ഞ പൂക്കൾ ചേഞ്ചിങ് ആവും, ഇലകളുടെ വ്യത്യാസമൊക്കെ കണ്ടപ്പോൾ ഞാൻ നിർത്തിയത്. പക്ഷേ എല്ലാ പൂക്കളും ഒരുപോലെയാണ്. ഇതുവരെ വിരിഞ്ഞതെല്ലാം എൻ്റെ അനുഭവത്തിൽ എല്ലാ പൂക്കളും പിങ്ക് കളർ തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസങ്ങളുള്ളതൊന്നും ഇല്ല. ഇപ്പോൾ കണ്ട എല്ലാം നല്ല മുട്ടുണ്ട്. നല്ല വളമുള്ള മണ്ണിലാണ് നട്ടത്. നല്ല എയർ കടന്നു പോകുന്ന രീതിയിലും വെള്ളം ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിലുള്ള മണ്ണിടണം. മണ്ണും ചകിരിച്ചോറും ഇത്തിരി ചാണകപ്പൊടിയും മാത്രം ഇട്ടാലും മതി. കംപ്ലീറ്റ് വെള്ളം നിൽക്കരുത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം വെള്ളം നിന്നാൽ ചീഞ്ഞു പോകും. വെള്ളം നിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ഇപ്പോൾ ഈ 6 മാസമായ ചെടി കണ്ട ഇത്രയും ഇതിപ്പോൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ബൾബ് നല്ല വലുതായിരിക്കും. ഇതൊക്കെ അതിന് ഉയർത്തി വെച്ചിട്ട് ഇതിപ്പോൾ ഈ കട എത്തിയപ്പോൾ ഞാൻ വെറുതെ കട്ട് ചെയ്ത് കൊടുത്താണ്. കട്ട് ചെയ്തിട്ട് സാഫ് പുരട്ടി കൊടുത്താണ്. അപ്പോൾ ഇത്രയും കൊമ്പുകൾ വന്നു. മുറിച്ചതാണ്. ഇതൊക്കെ സാഫ് പുരട്ടി ഇട്ട് മുറിച്ച് കളഞ്ഞതാണ്. അപ്പോൾ കണ്ട ഇത്രയും കൊമ്പുകൾ ഇടതൂർന്ന് വന്നു. അപ്പോൾ ഇടതൂർന്നിൽ ഡബിൾ പെറ്റലല്ല, സിംഗിൾ പെറ്റലായാലും നിറയെ പൂവുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം എപ്പോഴും പൂവുണ്ടാവും. നല്ല വെയിലത്ത് വെച്ചാൽ ഫുൾ ടൈം പൂവാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും കൊല കുത്തി പൂക്കുന്ന ഒരു ഇതിൻ്റെ വിത്തുള്ള ചെടി താഴെയല്ലേ. ഇത് ഒരെണ്ണം അത്ഭുതകരമായിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു തൈ നിൽക്കുന്നുണ്ടായിരുന്നതാണ്. ഇതെൻ്റെ കടയൊക്കെ ബൾബൊക്കെ ചീഞ്ഞു പോയിട്ട് ഞാൻ സാഫ് പുരട്ടി മുകളിൽ കൊണ്ടുവച്ചത്. അപ്പോൾ ധാരാളം ശിഖരങ്ങൾ വന്നിപ്പോൾ ഏറ്റവും ഇതിന് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളതാവും. ഇതിപ്പോൾ ഈ കഴിഞ്ഞ കാറ്റത്തൊന്ന് വീണ് പൊട്ടി പോയതാണ്. ഇനിയിപ്പോൾ ഇതിനെ ചട്ടി മാറ്റണം. ഒന്ന് കൂടി വെയിലായിട്ട് ചട്ടി മാറ്റാം. പക്ഷേ നിറച്ച് പൂവാണ്, നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. മഴ വരുമ്പോൾ വെള്ളക്കെട്ടിടാൻ മേലെയൊക്കെ കൊഴിഞ്ഞാകെ ഇതാവും, കേടാവും. പക്ഷേ ഇത് കേടായതല്ല, ഇല കൊഴിഞ്ഞാണ്. പക്ഷെ അത് നമ്മൾ മുട്ടാണ്, നല്ല മുട്ട. ഇതിലും മുട്ടിട്ടിട്ടുണ്ട്. ഇതിലത് പൂ വിരിഞ്ഞ് ഇതെല്ലാം ഇനി വലിയ ചട്ടിലേക്ക് മാറ്റി എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് എല്ലാവരും നട്ട് വളർത്തിയത്. കൂടുതലായിട്ട് ഒരു പരിചരണം വേണ്ട. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് വെള്ളം പോകുന്നൊരു ചട്ടിയായാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ച് നനച്ചാൽ മാത്രം മതി. ഈ ചെടി ഹാപ്പിയാണ്. നമുക്ക് നന്നായിട്ട് പൂക്കൾ തരും. എപ്പോഴും പൂവുണ്ടാവും. പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണിത് പ്രൂൺ ചെയ്ത് കമ്പൊക്കെ വെട്ടി വൃത്തിയാക്കി നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം ശിഖരങ്ങൾ വന്ന് എല്ലാ ശിഖരത്തിലും നമുക്ക് പൂവുണ്ടാവും. ഇതൊരു ചെടി നോക്കി എത്ര ശിഖരങ്ങളാന്ന് നോക്കിയേ. ചെറുത് അല്ലേ, ചെറിയ ചെടിയിൽ. ഈ ഒരു ചെറിയ ചെടിയിൽ ആണ് എത്രയോ ധാരാളം ശിഖരങ്ങൾ. കമ്പ് മുറിച്ച് സാഫ് പുരട്ടി വെച്ചേക്കുന്നതാണ്. ആ സാഫ് ഇതുവരെ ഇത്ര മഴ പെയ്തിട്ടും പോയിട്ടില്ല. എന്ന് മാത്രമല്ല എല്ലാ ശിഖരങ്ങളിലും മുട്ടും വന്നു തുടങ്ങി. പൂ വിരിയുമ്പോൾ നന്നായിട്ട് കൊല കുത്തി വിരിയും. ഈ പ്ലാന്റ് എല്ലാം ഞാൻ വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ്. ഒരു 7 മാസം പ്രായമായിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ച് സാഫ് പുരട്ടി ഇതിനെ കുറേ ശിഖരങ്ങൾ വരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിർത്തിയാണ്. നമ്മൾ ആധികാരികമായിട്ടൊന്നും നമുക്കറിയില്ല. നമ്മളൊരു ചെറിയ ഐഡിയ വെച്ചിട്ടൊക്കെ ഒന്ന് പരീക്ഷണം നോക്കുന്നതാണ്. ഇത് ഞാൻ മുറിച്ചിട്ടില്ല. മുറിക്കാതെ അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ഇത് പൂവുണ്ടായി. അതിനുശേഷം 2 ശിഖരങ്ങൾ വന്നു, അടിയിൽ ഒരെണ്ണം വന്നു. ഇത്രേ ഇതുള്ളൂ കേട്ടോ. ഇതും മുറിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ മുറിച്ചതാണ്.
ഇത് മുറിക്കാത്തതാണ്, പക്ഷേ വേഗം പൂവുണ്ടായി, പക്ഷെ കൊമ്പുകളില്ല. ഇനി ഇത് മാർച്ച് മാസം ആകുമ്പോൾ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വരും. അതാണ് ഇതിപ്പോൾ മുറിച്ചില്ലെങ്കിൽ ഇത്തിരി വലിയ പ്ലാന്റായി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷെ കൊമ്പും ജില്ലകളുണ്ടാകില്ല. ഇത് ചെറിയൊരു കടയായിരുന്നു, ഞാൻ കടക്കൽ തന്നെ മുറിച്ചു. കടക്കൽ മുറിച്ചിട്ട് സാഫ് പുരട്ടി വെച്ചപ്പോൾ ഇത്രയും ശിഖരങ്ങൾ അടിയിന്നേ വന്നു. അടിയിൽ നിന്ന് വന്ന് ഒരു വിധം വളർച്ചയായപ്പോൾ ഇതൊരു ശിഖരം ഞാൻ മുറിച്ച് കളഞ്ഞ്, ഇതൊരു ശിഖരം മുറിച്ച് കളഞ്ഞ്, ഇവിടെ ഒരു ശിഖരം മുറിച്ച് കളഞ്ഞു. അപ്പോൾ അതിൽ നിന്നും കുറേ കൊമ്പുകൾ വന്നു. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിർത്തിയാണ്. പക്ഷേ ഇപ്പോൾ ധാരാളം കൊമ്പുകളും ചില്ലകളുമായി ആകെ നിറഞ്ഞ് നമുക്കിത് ഇങ്ങനെ വരണം അഡീനിയം പ്ലാന്റ്. ഇത് ഇനി വിടർന്ന് നല്ല വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും പൂവുണ്ടാകുമ്പോൾ. ഇതൊരു വലിയ ചട്ടിയിൽ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിന് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സാവധാനം വെക്കണം. ചട്ടി പൊട്ടി ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ബൾബ് നല്ല വലുതായിട്ടുണ്ടാവും. ഈ പ്ലാന്റ് ഞാൻ പറിച്ചു വയ്ക്കുന്നതേ, ഈ പ്ലാന്റ് നല്ല അഡീനിയം പ്ലാന്റ് ഒരെണ്ണം അങ്ങനെ നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടുന്നൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റിൽ അറിയിച്ചാൽ മതി, നമുക്ക് ഇടാം. അപ്പോൾ അത് കാണുകയും ചെയ്യാം, നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാകുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു ചെടി ഞാൻ ചരിച്ച് വെച്ച് നോക്കിയാണ്, ഇതിൽ ഇവിടെ നിന്ന് ശിഖരങ്ങൾ വരുമെന്നൊന്ന് ചരിച്ച് വെച്ച് നോക്കിയതാണ് ഇതിൻ്റെ രീതി എന്നാണ്. പക്ഷേ അത് സക്സസ് ആയി. ചരിച്ച് ഞാൻ കമ്പ് മുറിച്ചിട്ടില്ല, ചരിച്ച് വെച്ചപ്പോൾ ഇവിടെ കണ്ട 1 2 3 4 5 ശിഖരങ്ങൾ ഇതിൽ വന്നു. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുക, വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്നത് കട്ട് ചെയ്താലും നന്നായിട്ട് നല്ലൊരു പ്ലാന്റ് ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം ഈ മഴ പെയ്യുമ്പോൾ പൊതുവെ അഡീനിയം പ്ലാന്റ് പൂക്കാറില്ല, പക്ഷേ ഇത് പൂത്തു. അപ്പോൾ ചെറിയ പൂവാണ്, അത് വലിയ പൂവാകുന്നതാണ് കേട്ടോ. മഴ പെയ്തതുകൊണ്ടാകണം ഇത്തിരി ചെറിയ പൂവാണ്. എന്ന് വെച്ചിട്ട് പൂക്കളുടെ എണ്ണത്തിലൊന്നും കുറവില്ല, ധാരാളം പൂ ഇങ്ങനെ പുറകെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതപ്പോൾ പൂ ചെറുതായി, വലിയ പൂവിൻ്റെയാണ് ഈ പ്ലാന്റ്. എൻ്റെ ഈ ചെറിയ അഡീനിയം പ്ലാന്റുകളൊക്കെ എനിക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്രയും നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള പ്ലാന്റാണ്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ നല്ലത്. ഇത് ഞങ്ങളുടെ നേരത്തെയുള്ള അഡീനിയം പ്ലാന്റാണ്. ഇതിപ്പോൾ ഒരു 5-6 വർഷം ആയിട്ടുണ്ട്. അടുത്തിടെ മുറിച്ചതാണ്, എന്നിട്ട് ഇതിപ്പോൾ നീണ്ടു പോകുന്നു. ഇതാണിപ്പോൾ ഇതിൻ്റെ വിത്ത് കുറേ ഉണ്ടായി. അതൊക്കെ പലപ്പോഴായിട്ട് ഞാൻ പാവി മുളപ്പിച്ച് തൈയായിട്ടുണ്ട്. ഇതാണിപ്പോൾ ഓൾറെഡി നിങ്ങളെ കാണിക്കാനുള്ള വിത്ത് ഇങ്ങനെ ഇരിക്കും. പൊട്ടിയത് ഇങ്ങനെ അപ്പം താടി പോലെ പറന്നു പോകാതിരിക്കാനാണ് ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുന്നത്. ഇത് ഒരു അഡീനിയം പ്ലാന്റാണ്. ഇതും ഒരു 3-4 വർഷമായതാണ്. വലിയ പരിചരണമൊന്നുമില്ല, കുറച്ച് ആട്ടുംകാട്ടോ അല്ലെങ്കിൽ കുറച്ച് മണലൊക്കെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അഡീനിയത്തിൻ്റെ മഴക്കാലമായിട്ട് പൂവുണ്ട്. നല്ല വെയിൽ വേണം, നല്ല വെയിൽ വേണം. ഇതിന് ഡെസർട്ട് റോസ് എന്നാണ് പറയുക. അത് പ്രധാനമായിട്ടും ഡെസർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാകുന്ന അതുകൊണ്ടാണ്. നല്ല വെയിൽ വേണം. ഇനിയിപ്പോൾ ഒരാഴ്ച ഇതിന് വെള്ളം ഒഴിച്ചില്ലാഞ്ഞിട്ട് ഈ ചെടിക്ക് ഒന്നും സംഭവിക്കില്ല, അതിന് ഉഷാറ് കൂടെ ഉള്ളൂ. ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസമായിട്ടുള്ളൂ അഡീനിയത്തിൻ്റെ അതുപോലത്തെ വിത്ത് പൊട്ടിയിട്ട് അത് ഞാൻ പാവിയതാണ് ഈ ചട്ടിയിൽ. അപ്പോൾ ഇങ്ങനെ മണ്ണലൊന്നും മേലെ ഇടരുത്, വെറുതെ വിത്ത് വെച്ചിട്ട് മണ്ണിടാൻ പാടില്ല. മണ്ണിട്ട് കഴിഞ്ഞാൽ പ്രശ്നം. മണ്ണിട്ടാൽ കണ്ട മണ്ണിത്തിരി വീണ് കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് പൊന്താൻ പറ്റില്ല. ഇത്രയും തൈക്കളുണ്ട്. ഈ തൈക്കൾ വളർന്ന് വലുതാകുമ്പോൾ ഇഷ്ടം പോലെ തൈക്കളായി. ഒരു 50-60 തൈയെങ്കിലും ഇതുണ്ടാവും. ഇപ്പോൾ ഇത് 2 ആഴ്ച പ്രായമായ അഡീനിയം തൈക്കളാണ്. 2 ആഴ്ച പ്രായമായ തൈക്കളാണ്. നേരത്തെ കാണിച്ചത് എത്ര ദിവസം? നേരത്തെ കാണിച്ചത് 4 ദിവസമായിട്ടുള്ളൂ, വെറും 4 ദിവസം. ഇത് 2 ആഴ്ച പ്രായമായ തൈക്കളാണ്. ആരോഗ്യക്കുറവൊന്നുമില്ല. അത് ഒന്നും പോകാതെ നമുക്ക് പിടിച്ചു കിട്ടും. വെള്ളം വീണ് ചെയ്യാതിരുന്നാൽ മതി. വെള്ളം വീഴാത്തിടത്ത് വെക്കണം വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ. ഇതിന് എത്ര നാൾ കഴിയുമ്പോൾ മാറ്റി നടും? ഇത് ഒരു 2-3 ആഴ്ച, അടുത്ത മാസം, ഒരു മാസം വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് ചെറിയ ചട്ടികളിലേക്ക്, ഞാൻ ഇപ്പോൾ മുകളിൽ കാണിച്ചത് അങ്ങനെയാണ്. ഒരു മാസം പ്രായമായ തൈകൾ അതേപോലത്തെ ചട്ടിയിലേക്ക് മാറ്റി നട്ടത്. 7 മാസം എത്തുമ്പോഴേക്കും നല്ല കടുത്ത വേനൽ വരുമ്പോൾ ഇവരെല്ലാം പൂവിടും.
ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്ന ലൈക്കിനും സപ്പോർട്ടിനൊക്കെ താങ്ക്സ് പറയുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിൽ വലിയ ഗാർഡനൊന്നുമല്ല, അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അമ്മ നട്ട് വളർത്തുന്ന ചെറിയ ചെടികളാണ്. അതിൽ നിന്ന് അമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും അവിടെ നിന്ന് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടെ